ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ള നല്ല അടിപൊളി സിമ്പിളായിട്ട് നമുക്കങ്ങനെ റവൻ്റെ പുട്ട് ഉണ്ടാക്കാൻ കേട്ടോ. നമ്മൾ തരിപ്പുട്ട്. ഇനി ഈ വീഡിയോ കണ്ടിട്ട് ഇനി ആരും പറയില്ല റവ പുട്ട് ഉണ്ടാക്കാൻ അറിയില്ല. അത്രയും സിമ്പിളായിട്ട് നമുക്ക് ടേസ്റ്റി ആയിട്ട് അടിപൊളിയായിട്ട് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോവാം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. നമ്മൾ സാധാരണ വെള്ളം ഉണ്ടല്ലോ അതെടുക്കുക. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അവിടെ മാറ്റി വെക്കുക. അപ്പോൾ കുറച്ച് കൂടുതൽ ഉപ്പിട്ടിട്ട് വെക്കാം കേട്ടോ. നമുക്കിത് കുഴക്കുമ്പോൾ നമ്മൾ അധികം വെള്ളമൊന്നും എടുക്കില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് കൂടുതൽ ഉപ്പിടുക. ഇനി നമുക്ക് 1/2 കിലോ റവ എടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ചെറുതായിട്ടൊന്ന് വെള്ളമാക്കി കൊടുക്കുക. അപ്പോൾ ഇനി നമ്മൾ സാധാരണ പുട്ട് പൊടിയൊക്കെ കുഴച്ചെടുക്കുമല്ലോ, അതുപോലെ ഒന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ ഇത് കുഴച്ചെടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ വളരെ സോഫ്റ്റായിട്ട് ഇതിനോട് പെരുമാറാൻ പാടുള്ളൂ കേട്ടോ. നമ്മൾ ദേഷ്യത്തിലൊന്നും പിടിച്ചിട്ട് ഇതിനൊന്നും ചെയ്യാൻ പാടില്ല. നല്ല മെല്ലനെ നമ്മൾ കുറച്ച് സമയം എടുത്ത് തന്നെ ഇത് കുഴച്ചെടുക്കുക. എന്ന് വെച്ചാൽ ഇത് നമ്മൾ കുറച്ച് എന്താ പറയുക ടൈറ്റായിട്ട് ഇതിനെ പിടിക്കുമ്പോൾ അത് കട്ട കെട്ടിപ്പോകും. കാരണം നമ്മൾ ഫസ്റ്റിന് ഇത് കുഴച്ചെടുക്കുന്നതാണ്. അപ്പോൾ ആ ഒരു സമയത്ത് വളരെ കുറച്ച് വെള്ളമാക്കാനും പാടുള്ളൂ. ഇത് ചെറുതായിട്ട് നമ്മളിത് ഇതുപോലെ ഇങ്ങനെ വെറുതെ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ മുകളോട്ട് ഇട്ട് കൊടുക്കുമ്പോൾ അതിൽ വെള്ളം ഇങ്ങനെ എല്ലാ ഭാഗത്തേക്കും പിടിച്ചോളൂ കേട്ടോ. 2-3 പ്രാവശ്യം മാത്രം വെള്ളം നനച്ച് കൊടുത്താൽ മതി. നമുക്ക് പുട്ടുകുറ്റിയിലേക്ക് ഇത് നിറച്ച് കൊടുക്കാം കേട്ടോ. ഈ ഒരു സമയത്ത് നമ്മൾ തേങ്ങയൊന്നും ഇട്ട് കൊടുക്കുന്നില്ല. ഇതുപോലെ നിറച്ചിട്ട് നമുക്ക് ആവിയിൽ വെച്ചിട്ട് നന്നായിട്ട് ഒരു മിനിറ്റോളം ഒന്ന് ആവി കയറ്റിയെടുക്കാം. ഇപ്പം നമ്മൾ നിറച്ചിട്ട് നമുക്കൊന്ന് ആവി കയറ്റിയെടുക്കാം കേട്ടോ. ഇപ്പോൾ നമ്മൾ പുട്ട് ആവി കയറ്റിയെടുത്തിട്ടുണ്ട്. 1 മിനിറ്റോളം മാത്രം ആവി കയറ്റിയെടുത്താൽ മതി. ഇതാ നമുക്കിനി ബാക്കിയുള്ള പൊടികളും കൂടി ഇതുപോലെ തന്നെ ആക്കിയെടുക്കാം കേട്ടോ. ഇപ്പോൾ നമുക്കിത് 1/2 കിലോ പൊടി കൊണ്ട് ഇതുപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഉടച്ചെടുക്കാം. അപ്പോൾ ഇതൊന്ന് ചൂടൊന്നും തണിയുണ്ട്, അതിന് വേണ്ടിയിട്ട് നമുക്കിതൊന്ന് ഉടച്ചെടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ പകുതി ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ട് അതിന് മുകളിൽ നമുക്ക് കുറച്ച് വെള്ളം നനച്ചെടുക്കാം. നമ്മൾ സാധാരണ പുട്ടുപൊടിയൊക്കെ ചെയ്യുന്ന പോലെ തന്നെ വീണ്ടും നമുക്ക് നന്നായിട്ട് നമ്മൾ നേരത്തെ കലക്കി വെച്ചിട്ടുള്ള ഉപ്പ് വെള്ളം ഉണ്ടല്ലോ അത് വെച്ച് തന്നെ ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം കേട്ടോ. ഈ ഒരു സമയത്ത് നമുക്ക് കുറച്ച് കൂടുതൽ വെള്ളമൊന്ന് നനച്ചു കൊടുക്കാം. അപ്പോൾ ഇതിങ്ങനെ വെള്ളം നനച്ച് കൊടുക്കുമ്പോൾ തന്നെ ഇതിൻ്റെ കട്ടൊക്കെ ഇങ്ങനെ ഇളകി വരും കേട്ടോ. നമ്മളിത് പുട്ടുണ്ടാക്കിയ പോലെ ഉണ്ടാക്കിയെടുത്തതല്ലേ ഫസ്റ്റ്. അപ്പോൾ ആ ഒരു സമയത്ത് ഇതിങ്ങനെ കട്ടയായിട്ട് കിട്ടിയതാണ്. അപ്പോൾ ഇനി നമ്മളിങ്ങനെ വെള്ളം നനച്ച് കൊടുക്കുമ്പോൾ തന്നെ അത് ഇളകി കിട്ടും. ഇപ്പോൾ നമ്മളിതാ ഇതുപോലെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സാധാരണ നമ്മൾ പുട്ടൊക്കെ ചുടുന്ന പോലെ തന്നെ ആദ്യം തേങ്ങ ഇട്ട് കൊടുക്കാം. അതിൻ്റെ മുകളിൽ നമുക്ക് പൊടി ഇട്ട് കൊടുക്കാം. അങ്ങനെ നമുക്ക് ഇതൊന്ന് നിറച്ചെടുക്കാം കേട്ടോ. ഇപ്പോൾ നമ്മൾ പുട്ടുകുറ്റി നമ്മൾ നിറച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് 2 മിനിറ്റോളം നന്നായിട്ട് ആവി കയറ്റിയിട്ടെടുക്കാം. ഇപ്പോൾ നമ്മൾ പുട്ട് നമ്മൾ റെഡിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഇനി ഇതുപോലെ ഒന്ന് എന്തെങ്കിലും വെച്ചൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ആദ്യത്തെ പുട്ട് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പം നമ്മൾ അടിപൊളി റവൻ്റെ പുട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ തന്നെ ഒന്ന് ഉണ്ടാക്കി നോക്കാൻ ശ്രമിക്കാം കേട്ടോ. ഇതുപോലെ തന്നെ ഉണ്ടാക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ പുട്ട് ഒരിക്കലും ഫ്ലോപ്പായി പോകില്ല. നല്ല അടിപൊളി പെർഫെക്റ്റ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് മറ്റൊരു പിന്നെ കാണാം. ബൈ, താങ്ക് യു.